നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഏപ്രിൽ 20 ഞായർ, ഈസ്റ്റർ. ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. ലഹരി ഉപയോഗിച്ചതിനും ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ്. പിന്നീട് ജാമ്യത്തിൽ വിട്ടു. മുഖം നോക്കാതെ നടപടിയുണ്ടാകും. വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളത്. മന്ത്രി. ചലച്ചിത്ര മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിച്ച നടൻ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതാണ്. ഇന്ന് ഈസ്റ്റർ. ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ കണ്ട് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തു. പോലീസ് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ശനി രാവിലെ 10-ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായ നടനെതിരെ ലഹരി ഉപയോഗിച്ചതിനും ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതിനും ഗൂഢാലോചനയ്ക്കും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. വൈകിട്ടോടെ ജാമ്യത്തിൽ വിട്ടു. 4.5 മണിക്കൂർ ചോദ്യം ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി. മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് കണ്ടെത്താൻ നഖത്തിൻ്റെയും മുടിയുടെയും സാമ്പിൾ ശേഖരിച്ചു. ഇത് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. വൈകിട്ട് 5-ഓടെ തിരികെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ജാമ്യത്തിൽ വിട്ടു. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് വീണ്ടും ഹാജരാകണം. ഡോക്ടർ മാത്യു സാമുവൽ ഹൃദയത്തിൻ്റെ കാവൽക്കാരന് വിട. കോട്ടയം. 1986-ൽ ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി നടത്തിയ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ 77 വിടവാങ്ങി. വെള്ളിയാഴ്ച ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഞായർ ഉച്ചയോടെ നാട്ടിലെത്തിക്കുന്ന മൃതദേഹം മാങ്ങാനം മന്ദിരം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. തിങ്കൾ രാവിലെ 10-ഓടെ മാങ്ങാനത്തെ വീട്ടിലെത്തിക്കും. സംസ്കാരം പകൽ 3-ന് മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ. മുനമ്പം ഭൂമിത്തർക്കം മുസ്ലിം ക്രൈസ്തവ പ്രശ്നമല്ല. BJP നീക്കം ന്യൂനപക്ഷ ഐക്യം തകർക്കൽ. നിർണായക സമയത്ത് കോൺഗ്രസ് ഒളിച്ചോടി. മുനമ്പത്തെ ഭൂമി പ്രശ്നം മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലുള്ള പ്രശ്നമല്ലെന്നും കാലങ്ങളായി അവിടെ താമസിക്കുന്ന വിവിധ കുടുംബങ്ങളുടെ വിഷയമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആ നിലയിൽ സമീപിച്ച് കാര്യങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനാണ് CPIM-ഉം LDF സർക്കാരും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ വഖഫ് നിയമ ഭേദഗതിയുടെ പേര് പറഞ്ഞ് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തെറ്റിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് BJPയും കേന്ദ്ര സർക്കാരും ശ്രമിച്ചത്. ആരെതിർത്താലും വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അവർക്ക് കിട്ടിയ ശക്തമായ തിരിച്ചടിയാണ് സുപ്രീം കോടതി നിലപാട്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിക്കുക എന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വമാണ്. അതാണ് വഖഫ് നിയമ ഭേദഗതിയിലെ ഇടപെടലിലൂടുണ്ടായത്. കുടുംബശ്രീ അംഗങ്ങളുടെ ബാങ്ക് നിക്ഷേപം 9369 കോടി. ഏഷ്യയിൽ ആഴ്ച സമ്പാദ്യത്തിലൂടെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള സ്ത്രീ കൂട്ടായ്മയായി കുടുംബശ്രീ. വീട്ടുമുറ്റത്തെ ബാങ്ക് എന്നറിയപ്പെടുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടേതായി സംസ്ഥാനത്തെ ബാങ്കുകളിലുള്ളത് 9369 കോടി രൂപയുടെ നിക്ഷേപം. US-ൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ കൂട്ടത്തോടെ റദ്ദാക്കുന്നു. അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ നിസ്സാര കാരണങ്ങളുടെ പേരിൽ കൂട്ടത്തോടെ റദ്ദാക്കുന്നു. ഇമിഗ്രേഷൻ വിഭാഗം അടുത്തിടെ റദ്ദു ചെയ്ത 327 വിദ്യാർത്ഥി വിസകളിൽ പകുതിയും ഇന്ത്യക്കാരുടേതാണെന്ന് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ വെളിപ്പെടുത്തി. ബാങ്കോക്ക് ചിക്കൻ നിർദ്ദേശിച്ച റീറ്റെയിൽ ലൈവ് റേറ്റ് ഇന്ന് 117 രൂപ പെർ kg. അംബേദ്കർ ജയന്തി. PKS കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി.
50 ലക്ഷത്തിന്റെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 പേർ അറസ്റ്റിൽ. ദുഃഖവെള്ളി ആചരിച്ചു. ഇന്ന് ഈസ്റ്റർ.